ഞാൻ 3 തവണ നിങ്ങളോട് ആവർത്തിച്ച് ചോദിച്ചു, നിങ്ങൾ ഇതുവരെ അള്ളാഹു മിത്താണെന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം പറഞ്ഞിട്ടില്ല. ഞാൻ ഇപ്പോഴും അവസാനം ഇത് തീരാറായി, 10 മിനിറ്റ് കൂടി ബാക്കിയുള്ളൂ. ഞാൻ ഇപ്പോഴെങ്കിലും ചോദിക്കുകയാണ്, നിങ്ങൾ ഒരു തവണയെങ്കിലും പറയാൻ പറ്റും? റജി, എങ്ങനെയാണ് രാഹുൽ ഗാന്ധിക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ കഴിയുന്നത്? അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അദ്ദേഹം, അതായത് ഹിന്ദു ഒരിക്കലും ഒരു അക്രമത്തിനോ അതിക്രമത്തിനോ ഉള്ള ഒരു നേതൃത്വം നൽകുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അതെങ്ങനെ ശരിയാവും? ഈ ഹിന്ദു മത അനുയായികളോടും അതുപോലെ തന്നെ സംഘടനകളോടൊക്കെ ലഷ്കർ ഇ തോയ്ബ അതും അതിനേക്കാൾ മോശമാണെന്നൊക്കെ പറഞ്ഞു വെക്കുന്നതൊക്കെ നമ്മളിവിടെ കണ്ടിട്ടുണ്ട്. അതൊന്നും നമുക്ക് ബുദ്ധിമുട്ടില്ല. According to WikiLeaks, Rahul Gandhi said Hindu groups were more dangerous than Lashkar-e-Taiba. എന്നാ പിന്നെ ഞാൻ മറ്റേ എടുക്കട്ടെ. മറ്റേത് ഏത്? ഇന്ത്യയിലെ മതനിരപേക്ഷതയിൽ വിശ്വസിക്കുന്ന, ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം. ഇതുപോലത്തെ ഒരു തോൽവിക്ക് എന്നാ പറയാനാണോ? കേട്ടോ മിസ്റ്റർ മേനോൻ, എന്റെ മകനായതുകൊണ്ട് പറയല്ല, മനു ഒരു മണ്ടനാണ്. അവന്റെ സിലക്ഷൻ വളരെ മോശമാണ്. അവർ കരുതി കൂട്ടിയാണ് കുസ്തേപ്പേട്ട പറയണേ. ലഷ്കർ ഇ തോയ്ബ അതുപോലുള്ള സംഘടനയൊക്കെ അതിനെ ഒക്കെ കൂട്ടുപിടിച്ചിട്ട് അതും അതിനേക്കാൾ മോശമാണെന്നൊക്കെ പറഞ്ഞു വെക്കുന്നതൊക്കെ നമ്മളിവിടെ കണ്ടിട്ടുണ്ട്. ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? അതൊന്നും നമുക്ക് ബുദ്ധിമുട്ടില്ല, അതിനേക്കാൾ മോശമാണെന്നൊക്കെ പറയാം. പക്ഷെ ഇന്നിപ്പോ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു പഹൽഗാം ഇഷ്യൂ എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. ആ ഇഷ്യൂവിന്റെ പിന്നിലുള്ള മതം അത് ഇസ്ലാം മതമാകുന്നു. ആ ഇസ്ലാമിന്റെ പിന്നിലുള്ള ആ ഒരു കൂട്ടം ആളുകൾ അതിന്റെ ആശയം എവിടുന്ന് വരുന്നു എന്ന് ചോദിക്കുമ്പോൾ അതൊരു ഇസ്ലാം എന്ന് പറയുന്ന ഒരു ആശയവും ആ ഇസ്ലാമിന്റെ മുതലാളിമാരായിട്ടുള്ളത് അള്ളാഹു മുഹമ്മദ് നബിയൊക്കെ ആവുമ്പോൾ അവരും കുറച്ച് കുഴപ്പക്കാരാണ്. അത് വളരെ സ്നേഹത്തിന് വിഘാതം സൃഷ്ടിക്കുന്ന ഒരു സാധനമാണ് എന്ന് പറയാൻ പേടിച്ചിട്ടാ പണ്ട് എനിക്ക് അങ്ങനെയാ. അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ടേ? ആകെയുള്ളൊരു തൊട്ടി കൂട്ടുകാരൻ, പിന്നെ ഒരു തോൽവി അയൽക്കാരൻ. പ്രത്യേകിച്ച് പഹൽഗാമിന്റെ ഒരു പശ്ചാത്തലത്തിൽ അതിന്റെ പിന്നിലുള്ള മതം ഇസ്ലാം, അത് കലിമ ചോദിച്ച് മുണ്ട് പൊക്കി നോക്കി ഇതുപോലെ തലവെട്ടുന്ന അവസ്ഥ വരുമ്പോൾ അതിന്റെ പിന്നിലുള്ള സംഗതിയെയും ഇതുപോലെ തള്ളി പറയാൻ, അതൊരു പ്രശ്നമാണെന്ന് പറയാൻ, അതും ഒരു മിത്താണ്, ആ മിത്തിന്റെ പിന്നാലെ പോകരുതേ മുസ്ലിങ്ങളെ എന്ന് പറയാനുള്ള ഒരു ആർജവം അത് കോൺഗ്രസിന്റെ ഭാഗത്ത് ഉണ്ടാവുമോ? മനസ്സിലാക്കി കളഞ്ഞല്ലോ. അങ്ങനെ തന്നെ വേണം. നിനക്ക് ഇനിയും കിട്ടും. എന്തായിരുന്നു നിന്റെ ജാട? ഇത് ചില മതങ്ങളുടെ വശത്തേക്ക് വരുമ്പോൾ അവിടെ ഒരു സൈഡ് വലിവ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നും കൂടി അവിടെ വരുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. സ്വാഭാവികം. ബീർജി, അങ്ങേക്ക് മറുപടി പറയാം. ഈ ഒരു ഇരട്ടത്താപ്പാണ് നമ്മൾ ഇവിടെ തുറന്നു കാട്ടുന്നത്. ഇനി എന്ത് ചെയ്യും? അപ്പം ഞാൻ ഒരു തറ വേല കാണിക്കാൻ പോവുകയാണ്. ഇന്റലിജൻസ് ഫെയിലുവർ നമ്മൾ ചൂണ്ടിക്കാട്ടി റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ടല്ലോ. എന്തേ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് അത് സംബന്ധിച്ചൊരു വിശദീകരണം പുറത്തു വരാത്തത്? എന്തുകൊണ്ട് തിരിച്ചടി നൽകുന്നില്ല? അപ്പോ ഒരു പ്രതിപക്ഷ നേതാവിനെതിരെ നമ്മൾ വിരൽ ചൂണ്ടുമ്പോൾ രാജ്യത്തിന് വേണ്ടി, രാജ്യത്തിന്റെ അഖണ്ഡത കാത്തുസൂക്ഷിക്കുന്നതിന് വേണ്ടി രാജ്യത്തിനെതിരായ ഒരു ആക്രമണം ഉണ്ടാകുമ്പോൾ അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നതാണെന്നും നമ്മൾ മറക്കരുത്. That was the best acting I've ever seen in my whole life. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇതുപോലെ ഒരു വലിയ പ്രതിസന്ധി ഘട്ടത്തിൽ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവിനെ ഇതുപോലെയൊക്കെ ഇങ്ങനെ ക്രൂശിക്കുന്നത് ശരിയല്ല എന്ന് നിങ്ങൾ പറയുന്നു. ഇതുപോലെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി, പ്രതിപക്ഷമാണല്ലോ നിങ്ങളുടെ പ്രശ്നം, പ്രധാനമന്ത്രിയുടെ തലവരെ വെട്ടി മാറ്റിയിട്ട് ഒരു ചിത്രമൊക്കെ വെച്ച് അതേപോലെ തീവ്രവാദികൾ നടന്നുപോയി എന്ന് പറയുന്ന വഴി നിങ്ങൾ ഉണ്ടാക്കി അത് ഇവിടെ പാകിസ്ഥാനിലെ ആളുകൾക്ക് ചർച്ചയാക്കാൻ പാകത്തിന് ഇവിടെ ഉണ്ടാക്കി കൊടുത്തത്, അതൊക്കെ ശരിയാണോ? ഇതൊക്കെ ചെയ്യാതെ പിടിച്ചെടുക്കാൻ പറ്റില്ല. ഇതിപ്പോ പുതിയ സംഭവം അല്ലല്ലോ. പക്ഷെ ഇത് നമ്മൾ ചോദിക്കുമ്പോൾ അതുള്ളത് കൊണ്ട് ഇത് പറയരുതെന്ന് പറയാം, അതൊരു ഉടായ്പവാദമെന്നേ ഞാൻ പറയുള്ളൂ. ഓക്കെ, ഇപ്പൊ നമ്മളൊരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ അത് പറയാതെ നിങ്ങൾ ഈ പടല തള്ളി നടക്കുന്നത് എന്തിനാന്ന് എനിക്ക് മനസ്സിലാവാതെ. അള്ളാഹു മിത്താണോ? ഒന്ന് ഒറ്റ വാക്കിൽ ഉത്തരം പറയൂ. ഇത്രയും കാലം നമ്മൾ സംരക്ഷിച്ച അഭിമാനം അത് എല്ലാവരും മുമ്പിൽ പോയി കിട്ടിയില്ലേ? അഭിമാനം ഇല്ലേന്ന് ചോദിച്ചാ ഇല്ല, പോകില്ല വല്യച്ച. അതെന്താ? അതിന് എന്റെ ഇല്ലാത്ത ബുദ്ധിയിൽ ഒരു ഐഡിയ തോന്നുന്നുണ്ട്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ 10, 15, 14 ദിവസത്തിന് മുമ്പുള്ള ഈ വിഷയം ഇന്ന് ചർച്ച ചെയ്യാനായി എടുത്തിട്ടതിന്റെ സാങ്കത്യം എന്താണ്? അത് ഞാൻ പറഞ്ഞുതരാം. അന്ന് അത് ചർച്ച ചെയ്യാൻ വേണ്ടി ഇരുന്നപ്പോ അന്ന് വേറൊരു പ്രശ്നം ഉണ്ടായി, അതുകൊണ്ട് അത് മാറ്റി വെച്ചാണ്. ഇന്നാണ് അത് നീക്കി വെച്ചത്, അതുകൊണ്ട് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യും. ഇനി നിങ്ങൾ പറയൂ, ഇന്ന് വേറെ ഒന്നുമില്ല, എല്ലാം കഴിഞ്ഞു. അവിടെ തൃശ്ശൂർ വരെ നടക്കുന്നുണ്ട്, വേറെ ഒന്നുമില്ല. അപ്പൊ നിങ്ങൾ ഇനി ഇത് പറയും. നീ
പക പോക്കുകയാണല്ലേടാ. ഞാൻ 3 തവണ നിങ്ങളോട് ആവർത്തിച്ച് ചോദിച്ചു, നിങ്ങൾ ഇതുവരെ അള്ളാഹു മിത്താണെന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം പറഞ്ഞിട്ടില്ല. ഞാൻ ഇപ്പോഴും അവസാനം ഇതേ തീരാറായി, 10 മിനിറ്റ് കൂടി ബാക്കിയുള്ളൂ. ഞാൻ ഇപ്പോഴെങ്കിലും ചോദിക്കുകയാണ്, നിങ്ങൾ ഒരു തവണയെങ്കിലും പറയാൻ പറ്റുമോ? ഒരു കാര്യം നേരിട്ട് ചോദിക്കുമ്പോൾ അതിന് ഉത്തരം പറയാൻ നിങ്ങൾക്ക് പറ്റാത്ത എന്താണ്? ഈ റെഡ് ഹെറിംഗ് ഒന്നും മനസ്സിലാവാത്ത ആളുകളല്ല ഇവിടെ ഇരിക്കുന്നത്. നിങ്ങൾ കോൺഗ്രസ്സുകാരുടെ ആ നിലവാരം വെച്ച് ബാക്കിയുള്ളവരെ അളക്കരുത്. എനിക്ക് അത്രേ പറയാനുള്ളൂ. നിങ്ങൾ പച്ചയ്ക്ക് പറയൂ. അത് വിശ്വാസത്തിന്റെ പ്രശ്നമാണ്. പറയൂ, എന്താണ് ഒരു ശാസ്ത്രീയമായിട്ടോ ഏതെങ്കിലും ചരിത്രപരമായിട്ടോ നമുക്ക് അതിനെ അള്ളാഹു മിത്താണോ എന്ന് ചോദിക്കുമ്പോൾ ഓരോ ഒറ്റവാക്കി പറയുന്നത് ഇതുപോലെ എഴുതേണ്ട കാര്യമില്ല. നമുക്ക് ശാസ്ത്രീയപരമായിട്ടോ ചരിത്രപരമായിട്ടോ എന്തെങ്കിലും പറയൂ. ചരിത്രപരമായിട്ട് അള്ളാഹു മിത്താണോ അടിസ്ഥാനത്തിൽ നമുക്ക് തീരുമാനം എടുക്കാൻ കഴിയുന്ന ഒരു വിഷയമല്ല. ഇതൊരു വിശ്വാസത്തിന്റെ പ്രശ്നമാണ്. അപ്പൊ രാമൻ എന്താ വിശ്വാസത്തിന്റെ പ്രശ്നമല്ലേ? ഓ അത് ശരിയാണല്ലോ. ആശാന്റെ ബുദ്ധി പാളിപ്പോയി. അല്ലേലും കുറെ നാളായിട്ട് ആശാൻ ആത്മവിശ്വാസത്തിന് കൂടുതലാണ്. അതെന്തിന്റെ വിഷയം? ഈ പറഞ്ഞ കോണ്ടെക്സ്റ്റിനെ കൂടെ നമ്മൾ മനസ്സിലാക്കണം. പറയൂ, നിങ്ങൾ ആ കോണ്ടെക്സ്റ്റിൽ അള്ളാഹുവിനെ ഫിക്സ് ചെയ്യൂ, എന്നിട്ട് പറയൂ. അത് നമ്മുടെ ചരിത്ര പാരമ്പര്യത്തെ കുറിച്ച് സുദീർഘമായിട്ടുള്ള ഒരു വർക്കേഴ്സ് ബ്ലെയിം देयर ടൂൾസ് എന്ന് ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്. അതുകൊണ്ട് സ്വന്തം കഴിവുകേട് മറയ്ക്കാൻ ഉപകരണങ്ങളിൽ പരിചാരിക. നിങ്ങൾ ക്ലിയർ ആയിട്ട് പറയൂ. നിങ്ങൾ ആ കോണ്ടെക്സ്റ്റിലേക്ക് അള്ളാഹുവിനെ ഒന്ന് തിരുകൂ. അള്ളാഹുവിനെ തൽക്കാലം ആ ഷൂലേക്ക് ഇറക്കി വെക്കൂ, എന്നിട്ട് നിങ്ങൾ പറയൂ. കശ്മീരന്മാർക്ക് നീ പിടികൊടുത്തില്ലേ, എന്നെ കൊലക്കി കൊടുത്തില്ലേ നീ? കോൺഗ്രസ് സഹയാത്രികൻ ശ്രീ റെജിയിലേക്കാണ്. ഇത് അവസാന നിമിഷത്തിലേക്ക് കടക്കുകയാണ് ഈ ഡിബേറ്റിന്റെ. ശ്രീ റെജി, ഇപ്പോൾ ശ്രീരാമനെ പറഞ്ഞതുപോലെ ഒന്ന് അല്ലാഹുവിനെയോ യേശു ക്രിസ്തുവിനെയോ പറയാൻ എത്ര നേരമായി ആരിഫ് ഹുസൈൻ താങ്കളോട് പറയുന്നു? അങ്ങക്ക് അങ്ങനെ എന്തെങ്കിലും ഒന്ന് പറയാൻ കഴിയുമോ? ഇതൊക്കെ ഒരു നറേറ്റീവിന്റെ ഭാഗമാണ്. അല്ലെങ്കിൽ ഇത്രയും പഴയ ചോറ് വെച്ച് അതിന്റെ വേവ് നോക്കാൻ എല്ലാ ചോറും എടുത്ത് കഴിക്കേണ്ടതില്ലല്ലോ, ഒരു വറ്റ് കഴിച്ചാൽ മതിയാവും. നിങ്ങൾ ഒരെണ്ണത്തിന് ഇപ്പൊ എനിക്ക് പറയാലോ അള്ളാഹു മിത്തായതുപോലെ തന്നെ രാമനും മിത്തായെന്ന് എനിക്ക് പറയാം, ഒരു പ്രശ്നമില്ല. അത് തിരിച്ചു മറിച്ച് എങ്ങനെ വേണേലും എനിക്ക് പറയാം. എന്താ കാരണം? നമ്മൾ അതിനെ കാണുന്നു, അതിനകത്ത് ഒരു പക്ഷാഘാതം നമ്മൾ കാണിക്കുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ മലയ നാട്ടുകാരെയും തൊഴിലാളികളെയും കയ്യിലെടുത്തു. ജൈവിളി അങ്ങ് കവല വരെ ഉണ്ടായെന്നാ കേട്ടത്. മുതലാളി ആഗ്രഹിച്ച തോട്ടവും ബംഗ്ലാവും പോയി. പക്ഷെ ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഇവിടെ ഇപ്പോൾ നമ്മുടെ ഉദയനിധി സ്റ്റാലിൻ പണ്ട് പറഞ്ഞു സനാതനധർമ്മം ഒരു വൈറസ് ആണെന്ന് പറഞ്ഞപ്പോൾ അവിടെ അന്ന് നമ്മൾ ചോദിച്ചു, അതേപോലെ ഇസ്ലാം ഒരു വൈറസ് ആണെന്ന് നിങ്ങൾക്ക് സമ്മതിക്കാൻ പറ്റുമോ? ഞാനൊക്കെ വിളിക്കാറ് ഇസ്ലാം എന്ന് പറയുന്ന ഒരു പേപ്പട്ടി മതമാണെന്ന് പറയാം. കാരണം ആളുകൾ മതം വേറെ ഏതോ ഉള്ളത് ഇന്ന്, അതുകൊണ്ട് നമ്മളത് പറയുമ്പോൾ അതേപോലെ നിങ്ങൾക്ക് മറ്റു മതത്തെ പറയാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ തിരിച്ച് നിങ്ങളുടെ മുന്നിലേക്ക് ചോദ്യം വരികയാണ്. നിങ്ങൾ ഈ പറയുന്ന ഹിന്ദു മതത്തിനെതിരെ നിങ്ങൾ ഉന്നയിക്കുന്ന വിഷയങ്ങൾ അത് മറ്റു മതങ്ങൾക്ക് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ അതിൽ പ്രത്യേകമായിട്ട് എടുത്ത് പറയേണ്ടത് ഈ ഇസ്ലാം എന്ന് പറയുന്ന മതമാണ്. അവിടെ പറ്റുന്നില്ല, രാഹുൽ ഗാന്ധി അത് ചെയ്യുന്നില്ല എന്നുള്ളത്, കോൺഗ്രസ് അത് ചെയ്യുന്നില്ല, പകരം അതിന്റെ മൂട് താങ്ങി നടക്കുകയും ചെയ്യുന്നു. ഇതാണ് നമ്മുടെ പ്രശ്നം. ഏതായാലും കാലം മാറും, ഇത് ചർച്ചയാകുന്നു എന്നുള്ളതാണ് എൻ്റെ സന്തോഷം. ഭാവിയിൽ ഇത് വലിയ മാറ്റം ഉണ്ടാകും, കോൺഗ്രസ്സുകാരായിരിക്കും ഇനി എൻ്റെ ഒക്കെ സ്ഥാനത്തിരുന്നിട്ട് ഇതേപോലെ പറയാൻ പോകുന്നത് എന്ന ആ ഒരു ശുഭാപ്തി വിശ്വാസം മാത്രമാണ് എനിക്ക് ബാക്കിയുള്ളൂ. ഈ കാർഡിന് എന്റെ ടേബിളിൽ ഇറക്കി കളിക്കരുത്, കീറിപ്പോവും. റേഷൻ കാർഡും തിരിച്ചറിയൽ കാർഡും. ചിങ്കം തമ്പി, ചിങ്കം. ഹാപ്പിയല്ലേ? ഹാപ്പിയല്ലേ? ഓക്കെ. ടാറ്റാ.